5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. കുട്ടീസ്.com വീണ്ടും സ്വാഗതം. പഴയ കാലത്താണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ കാണാതെ പഠിച്ച് കുറച്ച് എഴുതിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ജയിക്കാൻ പറ്റും. എഴുത്തും വായനയും കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനും ഒക്കെ പഠിച്ചാൽ ജയിക്കാൻ പറ്റും താഴ്ന്ന ക്ലാസ്. മുതിർന്ന ക്ലാസ്സുകളിലും അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ കാലം മാറി, ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമെന്ന് ഡേറ്റയാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. വിവരങ്ങളാണ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ ഓരോ വിഷയത്തെക്കുറിച്ചുള്ള കണക്കുകളാണ്. ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കണക്കുകളും കാര്യങ്ങളുമാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. അതൊരു ഇൻഫർമേഷൻ കൂടിയാണ്, ഒരു വിവരം കൂടിയാണ്. ഈ ഇൻഫർമേഷൻ പലപ്പോഴും നോളജാണ്, അതൊരു അറിവാണ്. ആ അറിവിൽ നിന്നാണ് വിസ്ഡത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഹൈറാർക്കി, ഈ റിലേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ആദ്യം ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു കാര്യം, ഇപ്പോൾ ഇത്ര ജനസംഖ്യയുണ്ട്, ഇത്ര ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഈ കാര്യങ്ങളുണ്ട്, ഇത്ര ആളുകൾ ജോലി ചെയ്യുന്നു, ഇന്ന വിഭാഗത്തിലുള്ള ജോലിയാണ്, ശമ്പളം കിട്ടുന്നവർ ഇത്ര, ആൺകുട്ടികൾ ഇത്ര, സ്ത്രീകൾ ഇത്ര, പുരുഷന്മാർ ഇത്ര, അല്ലെങ്കിൽ ഇന്ന ജാതിക്കാർ, ഇങ്ങനെ ഓരോ വിഭാഗങ്ങളൊക്കെ തിരിച്ച് കണക്കെടുത്ത് വെക്കുന്നതിനേക്കാൾ നമുക്ക് ഡേറ്റ എന്ന് പറയാം. ഞാൻ വളരെ ലളിതമായി പറഞ്ഞു, ഡേറ്റ എന്ന് പറയാം. ആ ഡേറ്റയെ നമുക്ക് ഇൻഫർമേഷനുകളാക്കി മാറ്റണം, വിവരങ്ങളാക്കി മാറ്റണം. ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അതൊരു ഡേറ്റയാണ്. അതിൻ്റെ വിവരമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നടത്തുമ്പോൾ അത് വിവരമായി മാറും. അപ്പോൾ അത് അടുത്ത സെക്ഷനിലേക്ക് അറിയാം, ഇൻഫർമേഷൻ. അപ്പോൾ ഡേറ്റയിൽ നിന്ന് ഇൻഫർമേഷനിലേക്ക് പോകണം. ഇൻഫർമേഷൻ നോളജാവും, അറിവായി മാറും, ഒരു നോളജായി മാറും. ആ നോളജിൽ നിന്നാണ് നമുക്ക് വിസ്ഡത്തിലേക്ക് പോകുന്നത്. വിസ്ഡത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അനാലിസിസിലേക്ക് പോകും. നമ്മുടെ ബുദ്ധിയെയും കൂടി ശക്തമായി പ്രവർത്തിപ്പിക്കേണ്ടി വരും. അപ്പോൾ കമ്പ്യൂട്ടറിലായാലും നമ്മുടെ തലച്ചോറ് കൊണ്ട് ബുദ്ധിയിലേക്ക് പോകുമ്പോൾ, വിസ്ഡത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വലിയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. അപ്പോൾ ഡേറ്റ എടുക്കുക, അത് ഇൻഫർമേഷനായിട്ട് നമ്മൾ മാറ്റും, അതിനെ നോളജ് ലെവലിലേക്ക് കൊണ്ടുപോകും, പിന്നെ അത് അനാലിസിസിലേക്ക് കൊണ്ടുപോകും, വിസ്ഡം ലെവലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ പഠിക്കുന്നവരാണ് ലോകത്ത് നിന്ന് വിജയിക്കുന്നത്. ഇന്ന് കോളേജ് കുട്ടികളൊക്കെ അടങ്ങിയിരിക്കേണ്ടത് ഡേറ്റയും കണക്ടിവിറ്റിയാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന വളരെ പ്രധാന കാര്യം. സോഷ്യൽ മീഡിയയൊക്കെ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കണം. യൂട്യൂബ് ആയാലും, പിന്നെ ഇൻസ്റ്റാഗ്രാം ആയാലും, ഫേസ്ബുക്ക് ആയാലും, വാട്സപ്പ് ആയാലും, എക്സ് ആയാലും, ഏത് ചാനലായാലും, അതുപോലെ തന്നെ ഏതൊരു മീഡിയമായാലും, നിങ്ങൾ ടെലഗ്രാം ആയാലും, എല്ലാം കണക്ടിവിറ്റിക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ ഡേറ്റ, കണക്ടിവിറ്റി, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ലോകത്തെ ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ വാട്സപ്പിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഒരു ഷർട്ടിനെ കുറിച്ച് സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്ത് പോകുന്നതാണെങ്കിൽ ഉടൻ തന്നെ പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ കയറിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ ചോദിച്ച തരത്തിലുള്ള ഷർട്ടിൻ്റെ പരസ്യം ഫേസ്ബുക്കിൽ വരും. അത്ര കണക്ടിവിറ്റിയാണ് ഇപ്പോൾ ലോകത്തുള്ളത്. ടെക്നോളജിയുടെ കണക്ടിവിറ്റി വളരെ വലുതാണ്. AI സാങ്കേതിക വിദ്യയുടെ വന്നു കഴിഞ്ഞപ്പോൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടെ വന്നപ്പോൾ ഭയങ്കര കണക്ടിവിറ്റിയാണ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യം പോലും, ഒരു സ്ഥലത്തിരുന്ന് സുഹൃത്തുക്കൾ സംസാരിക്കുന്ന കാര്യം പോലും റെക്കോർഡഡ് ആയാൽ ഉടൻ തന്നെ അതിന് അനുബന്ധമായ കാര്യങ്ങൾ മറ്റ് സംവിധാനങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കയറിയാൽ പോലും നമുക്ക് കിട്ടും. നമ്മൾ TV സ്ഥിരമായി കാണുകയാണെങ്കിൽ, ഏതെങ്കിലും ചാനൽ സ്ഥിരമായി വയ്ക്കുകയാണെങ്കിൽ, പിന്നെ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ കയറിയാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും നമ്മുടെ മൊബൈലിലും അതുപോലെ ലാപ്ടോപ്പിലും ഒക്കെ വരുന്നത്. ആ നിലയിൽ മനുഷ്യൻ്റെ ചിന്തകളെയും മനുഷ്യൻ്റെ രീതികളെയും ഒക്കെ നിയന്ത്രിക്കുകയും ടേസ്റ്റിനനുസരിച്ച് കാര്യങ്ങൾ എത്തിക്കുവാൻ നമ്മളെ നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റായിട്ട് നമ്മളിൽ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ സാങ്കേതികവിദ്യ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം പുതിയ തലമുറ മുന്നോട്ട് നീങ്ങാൻ. അപ്പോൾ കുട്ടിനാളെ മുതൽ കുഞ്ഞുങ്ങൾ വളരെ കൃത്യമായി ഡേറ്റയും അതിനെ ഇൻഫർമേഷനുകളാക്കി മാറ്റുന്നത് എങ്ങനെ, അതിനൊരു നോളജ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെ, അവിടെ നിന്ന് അതിനൊരു വിസ്ഡം ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്ന് പഠിക്കണം. അത് ഡേറ്റ ആൻഡ് കണക്ടിവിറ്റി, വിവരങ്ങളും അതിൻ്റെ കണക്ടിവിറ്റിയുമാണ്, ബന്ധങ്ങളുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിപുലപ്പെടുത്തുന്നത്. കോണ്ടാക്റ്റാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ ഡേറ്റയും കണക്ടിവിറ്റിയും കോണ്ടാക്റ്റും ബിൽഡ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ ലോകം നമുക്ക് ലോകത്തെ കൊണ്ടുപോകാൻ കഴിയുന്നത്, ലോകത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ വിജയത്തിൻ്റെ മന്ത്രങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കുട്ടീസ്.com പറയുന്നത്. ഇതെല്ലാവരും കേൾക്കുക, പഠിക്കുക, പ്രചരിപ്പിക്കുക. എല്ലാവർക്കും നന്ദി.